ഹലോ അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ ഇന്നൊരു കല്യാണ വ്ളോഗായിട്ടാണ് വന്നിട്ടുള്ളത്. കല്യാണം ആയിരുന്നാന്ന് വെച്ചാൽ അച്ഛൻ്റെ കസിൻ്റെതാണ്. അപ്പോൾ മൈലാഞ്ചി കല്യാണവും പിന്നെ കല്യാണത്തിന് അന്നത്തെയും കൂടിയിട്ടുള്ള 2 വ്ളോഗായിട്ടാ ഒരു വീഡിയോയിൽ ഞാൻ ആഡ് ആക്കി. അങ്ങനെ കാസർഗോഡ് നിന്നെല്ലാം കുറേ ആൾ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം നമ്മൾ മൈലാഞ്ചിക്ക് കല്യാണ വീട്ടിലേക്ക് പോകുന്ന ഒരു വീഡിയോ ആയിട്ട്. അങ്ങനെ നമ്മൾ പോകുന്ന വഴിക്ക് ചായ കുടിക്കാൻ വേണ്ടിയിട്ട് കയറിയിട്ടുണ്ടായിന്. നമ്മൾ ഈ ഫാമിലീസ് എല്ലാവരും കൂടിയിട്ട് അങ്ങോട്ടൊക്കെ പോകുന്നതായതുകൊണ്ട് ഒരു ചില്ലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചായ കുടിക്കാൻ കയറിയത്. അച്ഛൻ്റെ പെങ്ങന്മാരും നമ്മൾ എല്ലാവരുമായിട്ട് 2-3 വണ്ടിയിലായിട്ടാട്ടോ കല്യാണ വീട്ടിലേക്ക് പോകുന്നത്. അങ്ങനെ നമ്മൾ പോയിക്കൊണ്ടിരിക്കലാണ്. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണുന്നതിന് മുന്നേ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ല. വീഡിയോ എന്തായാലും ഇഷ്ടമായിരുന്നെങ്കിൽ ലൈക്ക് ചെയ്യാനും പിന്നെ കമൻറ്റ്സ് ഇടാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇതുപോലുള്ള പുതിയ പുതിയ വീഡിയോസായിട്ട് ഞാൻ വരുന്നതായിരിക്കും. അപ്പോൾ കല്യാണ ചെക്കൻ ആരാന്ന് വെച്ചാൽ അച്ഛൻ്റെ ആറ്റാൻ്റെ മോനാട്ടോ. ആറ്റ മീൻസ് നമ്മളെ കണ്ണൂരിൽ ഉമ്മാൻ്റെ ആങ്ങളുടെ മോനാണ് കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ പറയല്. അപ്പോൾ ഓരോ നാട്ടിലും ഓരോ പേരായിരിക്കും. അപ്പോൾ ഇതാ നമ്മൾ കല്യാണ വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വണ്ടിയിൽ നിന്ന് എല്ലാവരും ഇറങ്ങി. മാഷാ അല്ലാ, ഇത് ഉപ്പാൻ്റെ ലൈറ്റ് ആൻഡ് സൗണ്ട് ആട്ടോ. സൗണ്ട് ആയിട്ട് അങ്ങനെ ഒന്നും പരിപാടി ഉണ്ടായിരുന്നില്ല, കാരണം പിന്നെ ഫുള്ള് ലൈറ്റ് കാര്യങ്ങളാണ്. അപ്പോൾ ഈ ഒരു വീട് അവരുടെ തറവാട് തന്നെയാണ് കേട്ടോ, അമ്മായിൻ്റെ തറവാട് തന്നെയാണ്. അവിടെ വെച്ചിട്ടാണ് എല്ലാവരും ഫുഡെല്ലാം കഴിക്കുന്നവർ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അങ്ങനെ ഇതാ വീട്ടിലെത്തിയിട്ടുണ്ട്. ആരും എത്തിയിട്ടില്ല കേട്ടോ, എല്ലാവരും എത്തുന്നേയുള്ളൂ. നമ്മൾ മൈലാഞ്ചിക്ക് കുറച്ച് നേരത്തെ എത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇതെല്ലാം കുടിച്ച് അടയും ചായയും അങ്ങനെയെല്ലാം കുടിച്ചിട്ടുണ്ടായിരുന്നു. ഇതാണ് ചെക്കൻ്റെ പെണ്ണിൻ്റെ ഡ്രസ്സ് കേട്ടോ. അപ്പോൾ അവിടെ എല്ലാവരും കാണാൻ വേണ്ടിയിട്ട് ഹാങ് ചെയ്തിട്ടുണ്ടായിന്. ഇത് ചെക്കൻ്റെ റൂമാട്ടോ. ചെക്കൻ്റെ റൂം പുതിയ റൂം അങ്ങനെ ആക്കിയതാണ്. അപ്പോൾ ഞാൻ കണ്ടപ്പം എടുക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കാനും വേണ്ടിയിട്ട് ഇരുന്ന കേട്ടോ. അപ്പോൾ അൽസ ഉണ്ടായിരുന്നു, ചിക്കൻ ബിരിയാണി അല്ല ബീഫ് ബിരിയാണി, ചിക്കൻ ഫ്രൈ എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതെല്ലാം തിന്ന് കഴിഞ്ഞ് നമ്മൾ ഇങ്ങനെ ഫോട്ടോസ് എടുക്കലാട്ടോ. എല്ലാവരും മെഹന്തി ഇങ്ങനെ കയ്യിൽ വെച്ചത് കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ നമ്മൾ കുറച്ച് ഫോട്ടോസെല്ലാം എടുത്ത് ഇങ്ങനെ മെഹന്തി നൈറ്റ് ആയതുകൊണ്ട് തന്നെ നമ്മളങ്ങനെ ആർഭാടമൊന്നുമില്ല. നല്ല ബുർദ ഉണ്ടായിരുന്നു കേട്ടോ. മാഷാ അല്ലാ, നല്ല അടിപൊളിയായിട്ട് ബുർദ കഴിച്ചിട്ടുണ്ടായിരുന്നു. അൽഹംദുലില്ലാ. അങ്ങനെ പുതിയാപ്പിള ഉസ്താദാണ് കേട്ടോ, സുബൈർ അസാരി എന്നാട്ടോ പേര്. അപ്പോൾ ഇങ്ങനെ കുറച്ച് ഉസ്താദ്മാരെല്ലാം വന്നിട്ടുണ്ടായിന്. അപ്പോൾ അറിയുന്ന ആൾക്കാർ ഗിഫ്റ്റ് കൊടുക്കുന്ന കേട്ടോ ഇത്. അങ്ങനെ പുറത്തുനിന്ന് വന്ന ആൾക്കാരെല്ലാം പോയി കഴിഞ്ഞപ്പോൾ പിന്നെ കുറച്ച് ഫാമിലീസ് മാത്രം, ഉപ്പാൻ്റെയും ഉമ്മാൻ്റെയും ഫാമിലീസ് മാത്രമായപ്പോൾ നമ്മൾ കുറച്ച് പാട്ടും അങ്ങനത്തെ എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ആർഭാടാക്കിയിട്ടില്ല, സൗണ്ട് ഇല്ലാണ്ട് നമ്മളിന്ന് സൈലൻ്റായിട്ട് അങ്ങനെ പരിപാടി ഉണ്ടായിരുന്നു കേട്ടോ. നമ്മളെ കൂടെ നിൽക്കുന്ന കേട്ടോ അച്ഛൻ്റെ ഉപ്പ. ഇത് നമ്മളെ കുഞ്ഞള തന്നെയാട്ടോ പാട്ട് പാടുന്നത്. ഇത് മൊത്തം നമ്മളെ ഫാമിലിയാണ് കേട്ടോ. കാസർഗോഡ് പെങ്ങന്മാർ മരിയക്കളാണ്. അതായത് മരിയക്കൾ മീൻസ് അച്ഛൻ്റെ പെങ്ങന്മാരും മക്കളും. പിന്നെ അത് 2 കുഞ്ഞളമാർ കേട്ടോ. ആ തൊപ്പിയിട്ടത് 3ാമത്തെ ഇത്താത്തൻ്റെ മാപ്പിളയാണ്. ഇത് റൗഫുനാളാൻ്റെ മോൾ തന്നെയാണ് കേട്ടോ, ഫാത്തിമ ഫിദ. അതായത് അച്ഛൻ്റെ പെങ്ങളെ മോളാണ്, കാസർഗോഡാട്ടോ. അപ്പോൾ ഓളും അത്യാവശ്യം പാട്ടെല്ലാം പാടും. അപ്പോൾ ഉപ്പാനിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കലാണ് നോക്ക് മൈക്ക് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ മൈലാഞ്ചി വ്ളോഗ് ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ വീട്ടിലേക്ക് പോക്കായി. വണ്ടിയെല്ലാം വന്നിട്ടുണ്ടായിരുന്നു, എല്ലാവരും ഓരോ വൈക്കായിട്ട് പോകും. അങ്ങനെ വീട്ടിലെല്ലാം എത്തി. പിറ്റേ ദിവസം കല്യാണത്തിൻ്റെ ഡേൻ്റെ ഒരു വ്ളോഗാട്ടോ ഇത്.
അങ്ങനെ നിക്കാഹിന് പുതിയാപ്പിള ഇറങ്ങുന്ന സമയത്ത് ഉമ്മയപ്പയും എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഉമ്മയപ്പയും പിന്നെ ഇവിടുന്ന് അണുങ്ങന്മാരെല്ലാവരും പോയിട്ടുണ്ടായിന്. നമ്മൾ ഇറങ്ങുമ്പോൾ കുറച്ച് ലേറ്റ് ആയിട്ടാണ് ഉണ്ടായിന്. മക്കളെല്ലാം മാറ്റിക്കാനും പിന്നെ റെഡിയാവാനെല്ലാം ഉണ്ടായിന്. പിന്നെ ഇച്ചൂസിനും പിന്നെ ഫാത്തിമാക്കെല്ലാം നല്ല വൊമിറ്റിങ്ങിൻ്റെ പ്രശ്നമുണ്ട് കേട്ടോ. രാവിലെ തന്നെ വണ്ടി കയറി കഴിഞ്ഞാൽ അപ്പോൾ ആടി ഇടയെല്ലാം നിർത്തിയിട്ട് പോയിട്ട് കുറച്ച് ലേറ്റ് ആയിട്ട് എത്തുമ്പോൾ അമ്മ വന്നപാട് വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ. ആ ചോറ് എന്നെല്ലാം കഴിഞ്ഞ് പിന്നെ കുറേ കഴിഞ്ഞപ്പോൾ നമ്മൾ പുതിയ പെണ്ണിനെ മാറ്റിക്കാൻ വേണ്ടിയിട്ട് നേരത്തെ തന്നെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പോകുന്ന വഴിക്ക് ആച്ചനോട് ഞാൻ പറഞ്ഞു ഐബക്കിനെ ഇവിടെ നിർത്തിക്കാണ്, കാരണം ബസ്സിൽ കയറിയാൽ ഫുള്ള് അലമ്പായിരിക്കും അവന്. അങ്ങനെ നമ്മൾ നടന്ന് ആച്ചി പറഞ്ഞാൽ നീയും പോയിക്കോ കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ടാ. അങ്ങനെ ഞാൻ ഐബുനെ കൂട്ടിയില്ല, ആദ്യമായിട്ടാണ് ഐബുനെ കൂട്ടാണ്ട് എവിടെയും പോകുന്നത്. പിന്നെ ആച്ചി ഉണ്ടായതുകൊണ്ട് ഒരു സമാധാനത്തിൽ അങ്ങനെ നമ്മൾ വാനിൽ കയറിയിട്ടുണ്ട്. 2-3 വാൻ ഉണ്ടായിരുന്നു, എല്ലാം ഫുള്ളായിരുന്നു കേട്ടോ. നമുക്കപ്പം നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങ് ബാക്കിൽ അഡ്ജസ്റ്റ് ചെയ്തിരുന്നു കേട്ടോ. അപ്പോൾ പുതിയ പെണ്ണിൻ്റെ വീട് എന്ന് വെച്ചാൽ നമ്മൾ കണ്ണൂർ തന്നെയാണ്, കുറച്ച് ലോങ് ആട്ടോ. ഇരിക്കൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ. റിസ്വാനാണ് കല്യാണം വീട്ടിൽ അങ്ങനെ ഒച്ചപ്പാടൊന്നും ആക്കിയിട്ടില്ല. പക്ഷേ വാനിൽ കയറിയപ്പോൾ ഡ്രൈവർ നല്ല പാട്ടെല്ലാം ഇട്ടെന്നപ്പോൾ പിന്നെ നമ്മൾ ഈ പാട്ടും അങ്ങനെ ഒച്ചപ്പാടില്ല. അങ്ങനെ നമ്മൾ 2-3 ആൾക്കാർ. ഇത് ആച്ചിൻ്റെ പെങ്ങളെ മോളാട്ടോ, മൂത്ത പെങ്ങളെ മോള. അങ്ങനെ പുതിയ പെണ്ണിൻ്റെ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. നല്ല ടയേർഡായിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല തണുത്ത ജ്യൂസ് പിന്നെ റോളും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പുതിയ വണ്ടിനെല്ലാം കണ്ട് നമ്മൾ റൂം കാണാൻ വേണ്ടിയിട്ട് മുകളിലേക്ക് കേട്ടോ. കുറച്ചാളെല്ലാം കണ്ടില്ല, പെട്ടെന്ന് സീറ്റ് പിടിക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിന്. നമ്മൾ റൂമിൽ കയറി. അപ്പോൾ റൂമെല്ലാം കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. മാഷാ അല്ലാഹ് അടിപൊളി റൂമായിരുന്നു. അപ്പോൾ മുകളിലാട്ടോ റൂമിൽ. അങ്ങനെ നമ്മൾ വണ്ടി കയറുമ്പോൾ ഉള്ള വീഡിയോ ഒന്നും എടുത്തിട്ടില്ല കേട്ടോ. നമ്മൾ ഇവിടെ എത്തി, നമ്മളെ സ്ഥലത്ത് തന്നെ എത്തിയിട്ടുണ്ട് കേട്ടോ. ഞാനിവിടെ വന്ന് നോക്കുമ്പോൾ ഇച്ചൂസ് ആണെങ്കിൽ ഒരു പരുവത്തിലായിട്ടുണ്ട് കേട്ടോ. നല്ല കളിയെല്ലാം കളിച്ചിട്ടാണ് ഇവിടെ നിൽക്കുന്നത്. എൻ്റെ കൂടെ വന്നിട്ടില്ല കേട്ടോ, വിളിച്ചിട്ട് പോലും വന്നിട്ടുണ്ടായിരുന്നില്ല. ചില സമയങ്ങളിൽ കിട്ടുന്ന ഒരു ചാൻസ് അല്ലേ, കളിച്ചോട്ടെ എന്ന് വിചാരിച്ച്, കളിക്കേണ്ട പ്രായം. അങ്ങനെ പുതിയ പെണ്ണിനെ കൊണ്ടുവന്ന് എല്ലാവരും പരിചയപ്പെടെല്ലാം ചെയ്ത് അങ്ങനെ കല്യാണമെല്ലാം കഴിഞ്ഞ് എല്ലാവരും ഓരോ ക്ഷീണത്തിലായിട്ടാ. അപ്പോൾ എങ്ങനെയെങ്കിലും ഒന്ന് വീട്ടിലെത്തിയാൽ മതി എന്നുള്ളൊരു ചിന്തയിലാണ് ഉണ്ടായത്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വ്ളോഗ് ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എൻ്റെ വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഇഷ്ടമായെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഇനിയും ഇതുപോലുള്ള പുതിയത് വീഡിയോസായിട്ട് ഞാൻ വരുന്നതായിരിക്കും. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ഓക്കെ ബായ്, അസ്സലാമു അലൈക്കും. തൊട്ടോക്കെ.